നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. അല്പം മധുരമുള്ള ചോറ് കഴിച്ചാലോ? ഞെട്ടണ്ട, അങ്ങനെയൊന്നുണ്ട്. നമ്മൾ സാധാരണ ചോറിന്റെ ഒപ്പം ഉപ്പ് ചേർത്തോ അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാതെയോ ഒക്കെ ആയിരിക്കും കഴിക്കുക, അല്ലേ? എന്നാൽ മധുരമുള്ള ഈ വിഭവം ഉത്തരേന്ത്യയിൽ സാധാരണമാണ്. ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ പഞ്ചസാര, കുങ്കുമപ്പൂവ് എന്നിവ ചേർത്താണ് ഇത് തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ വിഭവം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്കായി ഇത് തയ്യാറാക്കുന്നു മീന ഭണ്ഡാരി. മധുരച്ചോറ് തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ: 1 കപ്പ് അരി, 1 ടീസ്പൂൺ ഭക്ഷ്യയോഗ്യമായ ഫുഡ് കളർ, 1 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2.5 കപ്പ് വെള്ളം, 2 കറുവയില, പിസ്ത നുറുക്കിയത്, 3-4 കശുവണ്ടി, ഏലക്കാപ്പൊടി 1 നുള്ള്, ഗ്രാമ്പൂ, 3-4 ബദാം, തേങ്ങാ കഷ്ണങ്ങൾ. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ അരിയിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് ഇത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കാം. അടുത്തതായി കുക്കറിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കശുവണ്ടി, ബദാം എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. വഴറ്റിയ ശേഷം അത് സ്വർണ്ണ നിറമാകുമ്പോൾ എടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായി ഇളക്കുക. തേങ്ങാക്കൊത്തിന് സ്വർണ്ണ നിറമായാൽ അതും എടുത്തു മാറ്റാം. അതിനുശേഷം കുക്കറിലേക്ക് അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കറുവയില, ഗ്രാമ്പൂ, കറുവപ്പട്ട എന്നിവ ചേർത്ത് നന്നായി ഇളക്കാം. ഇനി കുക്കറിൽ അരി ചേർത്ത് വേവിക്കാം. അരി പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലുള്ളതിനാൽ കൂടുതൽ ഇളക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഫുഡ് കളർ കൂടി ചേർക്കാം. ചെറുതായി തിളച്ചു വരുന്നുണ്ട്. അല്പം കുങ്കുമനാരുകൾ കൂടി ചേർത്ത് കൊടുക്കണം ഇതിൽ. ഇനി വെള്ളം നന്നായി തിളച്ചു തുടങ്ങിയാൽ കുക്കറിന്റെ ലിഡ് അടച്ചു വെച്ച് 3 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കുക. ആവി പോയി കഴിഞ്ഞാൽ കുക്കറിന്റെ ലിഡ് തുറന്നു നോക്കാം. ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് എല്ലാ ചേരുവകളും നന്നായി ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര ചേർത്ത് ഇളക്കിയ ശേഷം വീണ്ടും ലിഡ് അടച്ചു വെച്ച് 10 മിനിറ്റ് വയ്ക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ടാകും. ഇനി കുക്കറിൽ നിന്ന് വിളമ്പുന്നതിന് മുൻപ് ഇതിലേക്ക് കശുവണ്ടിയും തേങ്ങാക്കൊത്തും ബദാമും ഒക്കെ ചേർത്ത് കൊടുക്കുക. എടുത്തു വെച്ചതിന് ശേഷം നുറുക്കിയ പിസ്ത, ഏലക്കാപ്പൊടി, കുങ്കുമനാരുകൾ എന്നിവ കൂടി ചേർത്ത് ചൂടോടുകൂടി വിളമ്പാം. നമ്മുടെ മധുരമുള്ള ചോറ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഇത് വീട്ടിൽ തയ്യാറാക്കാനാകും. വളരെ രുചിയാണിതിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇത് വീട്ടിൽ പരീക്ഷിച്ചു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.